നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്ത് കവലയിലാണ്. ഇവിടെ നാഷണൽ ലൈബ്രറിയുടെ 78ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പകിടകളി മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പകിടകളി ഉണ്ടായിരുന്നു, ചെസ്, ക്യാരംസ്, റമ്മി, ഗുലാംപരിച്ച് ടൂർണമെന്റുകളാണ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാം. പിന്നെ നമ്മുടെ പടം ഉണ്ട്. അതെ അതെ, സുമേഷ് കളി താർത്തോണ്ടിരിക്കുകയാണ്. കളി താർന്നുകൊണ്ടിരിക്കുകയാണ്. ടീമോരൊക്കെ എന്റെ മുണ്ടും അടിയല അടിയല ഇത് ഫൈനൽ മത്സരമാണ്. ഇപ്പം ഇത് രണ്ടാമത്തെ കളി, ഫൈനൽ മത്സരത്തിൽ രണ്ടാമത്തെ കളിയാണ്. ഇതിൻ്റെ അകത്ത് എബി കോട്ടപ്പുറവും ഇത് സുമേഷും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് 10,001 രൂപയും സെക്കൻഡ് പ്രൈസ് 7,001 രൂപയുമാണ്. പണ്ട് കാലത്ത് ഓണാഘോഷ പരിപാടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് സ്വർണ്ണമൊക്കെ ആയിരുന്നു, സ്വർണ്ണമോതിരങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പം സ്വർണത്തിന് തീ പിടിച്ച വിലയാണ്. മോതിരം കൊടുക്കായിരുന്നു. സുമേഷാണ് ഇപ്പം പകിട ഉരുട്ടുന്നത്. സുമേഷ്
ഒരു മിനിറ്റ് ഒരു കൈ അതുണ്ട് കണ്ണി വേണ്ട കണ്ണ് വേണ്ട കളിയില്ല ഇല്ല കണ്ണു അഞ്ചിലടിയാ വന്നതാ 7 അടിഞ്ഞ് 5 അടിഞ്ഞെന്ന് 7 അടിച്ചാൽ 2 2
അപ്പം ഫൈനല് സുമേഷാണ് വിജയിച്ചിരിക്കുന്നത്. എബിക്ക് സെക്കൻഡ് പ്രൈസ് ആണ്. സുമേഷിന് ഫസ്റ്റ് പ്രൈസ് 10,100 രൂപ. എബിക്ക് സെക്കൻഡ് പ്രൈസ് 7,100 രൂപ. സുമേഷേ, എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ? എത്ര ഇതിപ്പോ ഇന്ന് ഫൈനല് രണ്ടാമത്തെ കളി നടന്നത് അല്ലേ? 2 കളി ജയിച്ചു. അങ്ങനെയല്ലേ ജയിക്കൂ. അതെ അതെ അതെ, പിന്നെ നീണ്ടു പോകല്ലേ. കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സുമേഷ് ജയിക്കുന്നതുകൊണ്ടാണ് ബി കംപ്ലീറ്റ് ആക്കാതെ അങ്ങ് ഇറങ്ങിയത്. ഉറപ്പിച്ചോ? ഇന്നലെ ഉറപ്പിച്ചോ? ഇതെല്ലാരും നമ്മുടെ ആൾക്കാർ. അതെ അതെ. അനീഷേ, ഇറങ്ങണം. അതാ പത്രാണല്ലോ നിങ്ങൾക്ക് ഓക്കെ, നമ്മുടെ ഒന്ന് പറഞ്ഞു ഓണപരിപാടി ഞാനല്ല. നമ്മുടെ ക്ലബിന്റെ നാഷണൽ ലൈബ്രറിയുടെ ഭാഗമായിട്ടാണ്, ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പകിടകളി മത്സരം ഇവിടെ നടത്തിയത്. എറിയാട് നാഷണൽ ക്ലബിന്റെ 78ാമത് വാർഷികവും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ മത്സരം നടത്തിയത്. അപ്പൊ നമ്മുടെ ക്ലബിന്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഈ മത്സരങ്ങൾ എല്ലാം ഒന്ന് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാവോ? നമ്മുടെ ഓണത്തിന്റെ മൊത്തം പ്രോഗ്രാം പറഞ്ഞു. ഇത് ദി നാഷണൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, എറിയാട്, പുതുപ്പള്ളി, രജിസ്റ്റർ നമ്പർ 531, 78ാമത് വാർഷികവും ഓണാഘോഷ പരിപാടിയും ആഗസ്റ്റ് 25-26 തീയതികളിലാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പകിടകളി, ചെസ് മത്സരം, ക്യാരംസ്, റമ്മി, ഗുലാം പരിഷ്, ടൂർണമെന്റുകൾ എന്നിവയാണ്. ഇതിനകത്ത് ഇന്ന് തിരുവോണ നാളിൽ എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട്
നമ്മുടെ പകിട കളിയുടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പകിടകളിലെ ഏകദേശം 240 ടീമുകള് പങ്കെടുത്ത് അതിൽ നിന്ന് പലതവണ ജയിച്ച് വന്നിട്ടാണ് അവസാനം ഫൈനലിൽ 2 പേര് കയറി വന്നതായത് ഒന്ന് എബി കെ തോമസ് കോട്ടപ്പുറത്തും പിന്നീട് സുമേഷ് വട്ടക്കാട്ടുമാണ്. ഇവർ 2 പേരും ഫൈനലിൽ വന്നെങ്കിലും ഇവരുടെ പുറകിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് ആൾക്കാരും അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത കാണികളാണ് അവരെ പ്രധാനപ്പെട്ടതായി ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുന്നത്. അവർക്കും നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഈ പകിടകളി പല വർഷങ്ങളായിട്ട് മുമ്പാണ് ഞാനെന്ന വ്യക്തി പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാണ്. ഇതിനകത്തൊരു കോർഡിനേറ്റർ മാത്രമാണ്. എല്ലാവർക്കും നല്ല മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാനുള്ളത്. ഈ പകിടകളി എന്ന് വെച്ചാൽ പണ്ട് മഹാഭാരതം പോലുള്ള പഴയ പുരാണത്തിൽ നിന്ന് വന്നതാണ്. ശകുനിയുടെ പേര് വരുന്നത് തന്നെ ഇതിൽ നിന്നാണ്. ചൂതുകളി എന്നുള്ള ചൂതുകളിയുടെ മറ്റൊരു ഭേദമാണ് പകിടകളി. ഇതൊരു മത്സരം മാത്രമാണ്, ഓണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിനകത്ത് പകിട എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിന് 2 പകിട 1, 3, 4, 6 എന്നിവയുണ്ട്. 2 കണ്ണുകൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഉരുട്ടുമ്പോൾ വന്നു കഴിഞ്ഞാൽ വാരിക്കളി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രണ്ടാമതോടെ കളിക്കാം. കളങ്ങള് 9 കളങ്ങളും 4 കായ്കളുമാണുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, പഴയ ഒരു ചെസ് കളിയുടെയൊക്കെ ഒരു വകഭേദമാണ് കക്ക കളി, ചെസ് കളി. ഇത് സ്വല്പടെ ബുദ്ധിപരമായിട്ടും വളരെ മനസ്സ് കൂർപ്പിച്ച് ചെയ്യേണ്ട ഒരു പോരുവയാണ്. ഇതിനകത്തൊരു പോരുവ എന്ന ഒരാളുണ്ട്. അതാണ് പുള്ളിയാണ് കാള് നീക്കുന്നത്. അതിനകത്ത് ഉരുട്ടുന്ന ആള് കളികാരൻ, പോരുകാരൻ, പിന്നെ ഒരു റഫറി. ഇതാള് ഇത്രയേ ഉള്ളൂ ടോട്ടലായിട്ട് എനിക്ക് പറയാനൊപ്പം ഉള്ളത്. സഡനായിട്ട് പറഞ്ഞതാണ് ഞാൻ. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് പകിടകളി മത്സരങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇഞ്ചക്കാട്ടുകുന്നേൽ ഇതുപോലെ മത്സരം ഉണ്ടായിരുന്നു. അതുപോലെ ചെമ്മരപ്പള്ളിയിലുണ്ട്, അതുപോലെ വെട്ടത്തുവലയിലും അങ്ങനെയൊക്കെയാണ് പകിടകളി നടത്തുന്നത്. ഈ മത്സരത്തില് സുമേഷാണ് വിജയിച്ചിരിക്കുന്നത്. എബി കെ തോമസ് സെക്കൻഡ് പ്രൈസ്. എല്ലാവർക്കും നന്ദി. എന്നെ ഇത്രയും വോട്ട് ചെയ്യാൻ സാബുവിനും കുട്ടിയായിട്ട് തന്നെ. കാരണം മെരോട് മുങ്ങി ഇടിച്ച് മുകളിൽ ഇടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അറിയില്ല, കളിച്ച് തോറ്റവരെയാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത്. വളരെ നാള് കളിച്ചിട്ട് ഇനി എത്താൻ കഴിഞ്ഞില്ല. അവർക്ക് ഒരു പ്രയോജനമായിട്ട് കളിക്കല് ഇതാണ് വെട്ടത്തുകവല ജംഗ്ഷന്. പുതുപ്പള്ളി കറുകച്ചാർ റോഡിലെ വെട്ടത്തുകവല ജംഗ്ഷനാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡും 9ാം വാർഡുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ഇത്. മീനാർ റോഡ്, ഈ റോഡിന് സമീപത്താണ് പകിടകളി മത്സരം നടന്നുകൊണ്ടിരുന്നത്. അതിവാശിയേറിയ മത്സരമായിരുന്നു. ഫൈനലിൽ വരുന്നത് 3 മത്സരങ്ങളാണ്. 2 മത്സരത്തിലും സുമേഷ് വിജയിച്ചുകൊണ്ടാണ് സുമേഷിനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.